ഹായ്, മോണീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് കണ്ടിട്ട്. ഞാൻ 2-3 ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ കൊല്ലത്തായിരുന്നു. അപ്പം ഞാൻ വന്നു. അപ്പം ഞാൻ എൻ്റെ അപ്പച്ചിയുടെ മോളെ വീട്ടിൽ ഒരു ആവശ്യമായി പോയേക്കായിരുന്നു. ഇന്നലെയാണ് വന്നത്. അപ്പം ഞാൻ അവിടുത്തെ എൻ്റെ ചേച്ചിയുടെ വീട്ടിലെ കുറച്ച് കാഴ്ചകളും കുറച്ച് കാര്യങ്ങൾ ചേച്ചിയുടെ മോളെ വീട്ടിൻ്റെ പാചകമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരാവശ്യമായിട്ടൊക്കെയാണ് ഞാൻ പോയിരുന്നത്. അപ്പം ചേച്ചിയുടെ വീട്ടിൽ കുറച്ച് ഒത്തിരി അധികം ചെടികളുണ്ട്. അതൊക്കെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പോയൊന്ന് കണ്ടാലോ? വായോ, നമുക്ക് ഒത്തു പോവാം. ചേച്ചിയുടെ വീട്ടിൽ ഞാൻ മുറ്റത്ത് ഇറങ്ങി നിന്നപ്പോഴുള്ള കാഴ്ചകളാണ്. അങ്ങനെ ഞാൻ ആ ചെടിയൊക്കെ ഒന്ന് പിടിച്ചതാണ്. ഇഷ്ടംപോലെ ചെടികളുണ്ട്. പല ഇതിലുള്ള പല കളറിലും പല സൈസും. മണി പ്ലാന്റ് ആയാലും കണ്ടിട്ടില്ലാത്ത സൈസിലുള്ള പല ചെടികളുണ്ട്. കുറേയൊക്കെ ഞാൻ ഇത്തിരി നുള്ളിയൊക്കെ കൊണ്ടുവന്നു നമ്മുടെ വീട്ടിൽ നടാമെന്നും പറഞ്ഞുകൊണ്ട്. അവരെ പെരയിടത്തിനകത്ത് ചെടിയും വലിയ കെട്ടിടവും കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം പല ഇതായിട്ട് നട്ടേക്കുന്ന ഒരു ഇതാണ് ഞാൻ ചെന്ന് കണ്ടത്. ഇതെല്ലാം പല സൈസിലുള്ള ചെടികളാണ്. ചെടി കൊണ്ട് 4 വശവും ചെടി കൊണ്ട് അതാണ് നല്ല ഭംഗിയാണ്. ചെന്ന് കയറിയപ്പോഴത്തേക്ക് അതിന് വേണ്ടുന്ന രീതിക്കുള്ള കണ്ടോ, മുളക് പിടിച്ചിരിക്കുന്നുണ്ടോ? അത് ഞാൻ പിടിച്ചതാണ്. പിന്നെ മണി പ്ലാന്റ് ഇത് മറ്റേ കദളിവാഴയാണ്. അവർക്ക് കദളിവാഴ 2 കൊല കിട്ടി. അതിൽ നിന്നൊരു കന്ന് കൊണ്ടുവന്ന് ചേച്ചി അതിനകത്ത് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ അങ്ങേ ആ മൂലയിലാണ് അവരുടെ കിണർ. പിന്നെ ചെടികളെന്ന് പറഞ്ഞാൽ ഓരോ സൈസിലും ഞാൻ കണ്ടിട്ടില്ലാത്ത പല സൈസ് ചെടികൾ അവിടെ ഉണ്ട്. അതെല്ലാം ഞാനിങ്ങനെ വൈകിട്ട് വെളിയിലോട്ടിറങ്ങി നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് പിടിക്കാമെന്നു. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ മൊബൈലിൽ പകർത്തിയതാണ്. കണ്ടോ, മണി പ്ലാന്റ് തന്നെ എന്തൊക്കെ കളർ, എന്തൊക്കെ സൈസ്, ഏതൊക്കെ വിധത്തിൽ. ഇത് സൈസ് മുള പോലെ നിൽക്കുന്നത്. അതൊക്കെ എൻ്റെ ഒന്നും പേരൊന്നും പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാനതെല്ലാം ഇതൊക്കെ അറിയാം. ഇതൊക്കെ ഈ ചെടി നമ്മളെ വീട്ടിലുണ്ട്. ഈ ചുമന്ന ഇല ഇതുമുണ്ട്. പിന്നെ മറ്റത് ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള ചെടികൾ തന്നെയാണ്, കണ്ടിട്ടുള്ളതുമാണ്. ഇതൊന്നും പിന്നെ മുളകാണ്, വെള്ള കാന്താരിയാണ്. ആവശ്യത്തിനുള്ള കുറേ സാധനങ്ങളെല്ലാം ചേച്ചിയുടെ വീട്ടിലുണ്ട്. വലിയ മണി പ്ലാന്റ്, ചെമ്പരത്തി, മഞ്ഞ ചെമ്പരത്തി, അങ്ങനെയൊക്കെ ഒരുപാട് നല്ല ഭംഗിയുള്ള. പിന്നെ മറ്റേ നീല, എന്താണ് അതിൻ്റെ പേര്, ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം. അതെല്ലാം മണി പ്ലാന്റ്, പല സൈസിലുള്ള മണി പ്ലാന്റുകളാണ്. ഇതിങ്ങനെ ഇതിങ്ങനെ കമ്പി പോലെ ഒരു ക്രോസ് അടിച്ചിട്ടുണ്ട്. കണ്ടോ, അതിലാണ് ഈ ചെടികൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. അതൊക്കെ ചെന്ന് കാണുമ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ല ഒരു കാഴ്ചയാണ്. അതൊക്കെ ചെടി തൂക്കിയിടാനായിട്ട് അവിടെ ഒരു ഇതടിച്ചിട്ടുണ്ട്. അത് മഞ്ഞച്ചെമ്പരത്തിയാണ്. മഞ്ഞച്ചെമ്പരത്തിയുടെ ഒരു കുഞ്ഞ് കമ്പ് ഞാൻ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നടണം. പിന്നെ ഓരോന്നും നമുക്ക് കാണുമ്പോഴത്തേക്ക് ആണ് അതിൻ്റെ ഓരോ ഇത് നമുക്ക് മനസ്സിലാവുന്നത്. മഞ്ഞച്ചെമ്പരത്തിയിലെല്ലാം പിന്നെ മൊട്ട് വന്നതായിട്ട് നിൽക്കുകയാണ്. എന്നാലും ഞാനതിൽ നിന്ന് ഒരു കമ്പ് വെട്ടിയെടുത്തു. നടന്നു അത്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മളെ ചെടിയുടെ അവിടുത്തെ കാഴ്ചകൾ. ഇത് അവരുടെ വീടിൻ്റെ ഒരു സൈഡ്. ഇത് ഒരു സൈഡ്. ഇത് ഫ്രണ്ട്. ഞാൻ കുളിച്ചിട്ട് എൻ്റെ തുണി കൊണ്ടുവന്നിട്ട് വിരിച്ചിരിക്കുന്നതാണ്. ഇത് അവർക്ക് 2 ഗേറ്റ്. ഇത് വലിയ ഗേറ്റ്, വണ്ടി കയറ്റാൻ മാത്രം ഈ ഗേറ്റ് തുറന്നാൽ മതി. നമുക്ക് കയറാനായിട്ട് അപ്പുറത്ത് കൊച്ചു ഗേറ്റ്. അവിടെ ഒരു കസേരയൊക്കെ ഇട്ടിട്ടുണ്ട് വെളിയിലിറങ്ങിയിരിക്കാനായിട്ട്. ഇതാണ് അവരുടെ വീടിൻ്റെ ഫുൾ ഇതായിട്ട് വരുന്നത്. ഇതാണ് 2 നില മുകളിലായിട്ട്. അങ്ങനെ ഇത് മൊത്തത്തിലുള്ള ഒരു ഇത് വരുന്നത് ഇതാണ്.
അപ്പം അവിടെ വെളിയിറങ്ങിയിരിക്കാനായിട്ട് അവിടെ ഇങ്ങനെ മഴ പെയ്താലും കുഴപ്പമില്ല, ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഗേറ്റ് തുറന്നാണ് വെളിയിറങ്ങുന്നത്. അപ്പോൾ എപ്പോഴും ഗേറ്റ് അടച്ചിട്ടേക്കും. നമ്മളങ്ങനെ വെളിയിലോട്ട് ഇറങ്ങേണ്ട എന്തെങ്കിലും മീനോ മലക്കറിയോ ഒക്കെ വരുമ്പം മാത്രമേ വെളിയിറങ്ങേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ അങ്ങ് ഹാളിലേക്ക് കയറി രാവിലെ ഞാൻ പല്ല് തേച്ച് കയ്യും കാലും കഴുകിയിട്ട് വന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് നേരെ വന്ന് ഞാനൊരു തിരി കത്തിക്കും. വിളക്ക് കത്തിക്കില്ല, തിരി കത്തിക്കും. വൈകിട്ട് കൃത്യമായും വിളക്ക് കത്തിക്കും. ദേ ആ ടി വിയുടെ അതിൻ്റെ മണ്ടയിലിരിക്കുന്നത് ചേച്ചിയുടെയും അണ്ണൻ്റെയും ഫോട്ടോയാണ്. അണ്ണനും ചേച്ചിയും പിന്നെ വൈഫൈ അതിൻ്റെ കണക്ഷനാണ്. ഇത് ഓപ്പൺ കിച്ചനാണ്. ഇത് എൻ്റെ കൂടെ വന്ന പെണ്ണാണ് ആ നിൽക്കുന്നത്. നമ്മുടെ K4 കയറുന്ന നമ്മുടെ ഇവിടെ ഉള്ള ഒരു കൊച്ചിനെ കൂടെ കൊണ്ട് ഞാൻ പോയെന്ന് പറഞ്ഞില്ലേ, അവളാണ് ആ നിൽക്കുന്നത്. പിന്നെ അവിടെ ഈ സെറ്റിയുടെ അവിടെയായിട്ട് ചേച്ചിയുടെ കുടുംബ ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട്. ചേച്ചിയുടെ മോള്, മരുമോള് ഇങ്ങനെ ഒരു മരുമോനെയും മരുമോളെയും കിട്ടിയത് ചേച്ചിയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഈ മരുമോളാണ്. ഇതാണ് ചേച്ചിയുടെ മോള് ക്രാപ്പടിച്ചേക്കുന്നത്. ഇത് മോനാണ്, ഇത് മരുമോനാണ്, ഇതാണ് മരുമോള്. അതൊക്കെ ഒരു സൗഭാഗ്യമാണ് ഇങ്ങനെയുള്ള ഒരു മരുമോളെയും മരുമോനെയൊക്കെ കിട്ടുന്നത്. ചേച്ചിക്ക് പറഞ്ഞാലും കാര്യം ചേച്ചി എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് ഇവിടെ ഇരുന്ന് അനക്കിട്ടാൽ മതി. ചേച്ചി പിന്നെ മോൻ പോലും അറിയാതെ ഇങ്ങനെ അവൾ ഓർഡർ ചെയ്ത് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഒരു നൈറ്റി അവൾ ചേച്ചി ഇതാക്കി ഇട്ടിരുന്നാൽ അത് അനീഷ് പോലും അറിയാം, ചേച്ചിയുടെ മോൻ പോലും അറിയാതെ മരുമോൾ അതിന് വേണ്ടുന്ന എന്ത് സാധനമായാലും വന്നപ്പോഴത്തേക്ക് ചേച്ചിക്ക് പിന്നെ വളയായാലും എല്ലാ സാധനങ്ങളും മരുമോൾ അത്ര നല്ലൊരു മരുമോളാണ്. അതുപോലെ തന്നെയാണ് മരുമോൻ്റെ ഒരൊറ്റ നിർബന്ധത്തിലാണ് ഇപ്പോൾ പാലുകാച്ചിന് മോളും അതുപോലെ തന്നെയാണ് മരുമോനും. അതൊക്കെ ഒരു മനുഷ്യൻ്റെ ഒരു സൗഭാഗ്യമാണ്. ചേച്ചി ഇപ്പോൾ ചെന്നിട്ട് അവിടെ പാലുകാച്ചെന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ഇങ്ങനെ വലിയൊരു പാലുകാച്ച് അങ്ങനെ ഒന്നുമില്ല. കേരളീയ രീതിയിൽ ചേച്ചിയുടെ ഒരു രീതിക്കാണ് പാലുകാച്ച് നടത്തിയത്. അവിടെ ആ പഞ്ചാബിലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പാലുകാച്ച് രീതിയൊന്നുമില്ല. നമ്മളെ വീട്ടിലിരിക്കുന്ന കണക്കുള്ള ഫ്രിഡ്ജാണ്, പക്ഷേ അത് സാംസങ് ആണ്. നമ്മളെ വീട്ടിൽ ഇരിക്കുന്നത് കമ്പനി മാറ്റം. ഇതേ കണ്ടോ, വാഷിംഗ് മെഷീൻ. അണ്ണൻ സുഖമില്ലാതെ കിടക്കുന്ന ആ ഒരു ഇതാണ് ആ റൂം. ഈ റൂമിലാണ് ഞങ്ങൾ കിടന്നത്. പിന്നെ ഇത് മുകളിലോട്ടുള്ളതെന്ന് ഞാൻ പിടിച്ചില്ല. ഇത് ഓപ്പൺ കിച്ചൺ, ഇത് കിച്ചൻ്റെ ഇതാണ്, ഓപ്പൺ കിച്ചൻ്റെ ഒരു ഇതാണ്, മോഡുലാർ കിച്ചൺ ഇതാണ്. അപ്പം ഇതൊക്കെയായിരുന്നു ആ വീട്ടിലെ വിശേഷങ്ങൾ. പിന്നെ ആ ചെടിയിൽ ഇത് തന്നെയാണ്. അത് ആ സൈഡിൽ നിൽക്കുന്ന അവിടെ സൈഡിലിറങ്ങി വന്നപ്പോൾ ആ മുളക് കണ്ട് ഞാൻ പിടിച്ച ആ ഒരു ഇതാണ്. വെളിയിലിറങ്ങി അണ്ണനെ വെളിയിൽ കൊണ്ടുവന്നിരുത്തിയപ്പോൾ ആ വാതിലിരുന്ന് ഞാനൊന്ന് പിടിച്ചതാണ് ഒരു ചെറിയൊരു ഇതിനു വേണ്ടി. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു അവിടുത്തെ വിശേഷങ്ങൾ. എനിക്കവിടെ ചെന്നിട്ട് ചേച്ചിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടു മനസ്സ് നിറഞ്ഞു. അവർക്ക് ഒരു ദിവസം അണ്ണന് എന്ത് വേണമെന്ന് മക്കളുടെ അടുത്ത് പറഞ്ഞാലും ആ നിമിഷം അരമണിക്കൂറിനകം അവരവിടെ നിന്ന് ഓർഡർ ചെയ്ത് അവർക്ക് സാധനം വീട്ടിലെത്തിയിരിക്കും. അങ്ങനത്തെ മക്കളും മരുമക്കളുമാണ് അവർക്കുള്ളത്. അതാണ് എനിക്ക് എൻ്റെ മനസ്സിലേറ്റവും നമുക്ക് സന്തോഷപ്രദമായി അമ്മയ്ക്ക് സുഖമാണോ എന്നൊന്ന് ചോദിക്കുമ്പോൾ, അത് നമ്മുടെ മക്കളല്ല എല്ലാവരും നമ്മളോടൊന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് നിറയുന്ന ഒരു വാക്ക് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് നിറയുമല്ലേ. അതൊക്കെയാണ്, അല്ലാതെ പണവും അതൊന്നുമല്ല, പൈസ ആ ഒരു ഇതിലൊന്നുമല്ല നമ്മുടെ മനസ്സ് നിറയുന്നത്. നമ്മളോടൊരു നല്ല വാക്ക് പറഞ്ഞ് നമ്മളോടൊരു നല്ല ഇത് പറഞ്ഞ് നമ്മളെയും ചേർത്ത് പിടിക്കുന്ന ചിലർക്ക് അവരുടെ ആൾക്കാർ എന്നുള്ള ഒരു തിരിവ് ചില ആൾക്കാർക്കൊക്കെ കാണും. ചില കുടുംബങ്ങളിൽ നമ്മളങ്ങനെ കണ്ടുവരുന്നുണ്ട്. അങ്ങനെയല്ല, എപ്പോഴും ആ കുട്ടികൾക്ക് രണ്ടു പേർക്കും വന്ന് കയറുന്ന കുടുംബം ഞങ്ങളുടേതായ കുടുംബം എന്ന് ചേർത്ത് പിടിക്കുന്ന എനിക്കതാണ് ചേച്ചിയുടെ കുടുംബത്തിൽ ഏറ്റവും എൻ്റെ മനസ്സിൽ ഒരു സന്തോഷം കിട്ടിയത്. അത് എന്നും ഭഗവാനെ ചേച്ചിക്ക് ആ ഒരു സന്തോഷം എന്നേക്കും ഉണ്ടാവട്ടെ. അവർ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ ആണ് എല്ലാവരും ജോലി ചെയ്യുന്നത്. ഇവരവിടെ തന്നെ അച്ഛനെയും അമ്മേനെയും ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയി അവിടെ തന്നെയായിരുന്നു. ഇപ്പോൾ അണ്ണന് ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ല, അണ്ണന് സുഖമില്ലാത്തതുകൊണ്ട് ഹാർട്ടിനും പ്രശ്നമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഫ്ലൈറ്റിൽ 3-2 ബ്ലോക്കൊക്കെ ഉണ്ട്. പിന്നെ വിരലടുത്തിരിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം കൊണ്ടാണ് ഇപ്പം മോളടുത്ത് പാലുകാച്ചിന് പോയിട്ട് വന്നപ്പം തൊട്ടേ ഓസ്ട്രേലിയയിലേക്ക് ചേച്ചിക്ക് മോൻ്റെ വീട്ടിൻ്റെ പാലുകാച്ചിന് പോകാനായിട്ട് മോൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ വിസയ്ക്കിടട്ടെ, അമ്മ വിസയ്ക്കിടട്ടെ, മോൻ്റെ അടുത്ത് ചെല്ലാനായിട്ട്. മോളടുത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴും മോൻ തന്നെയാണ് ടിക്കറ്റൊക്കെ എടുത്ത് അയക്കുകയായിരുന്നു. അത്രയ്ക്ക് നല്ല സഹകരണമാണ് അവരോട് പിറന്നവനും പെങ്ങളുമായിട്ടൊക്കെ. അതൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അതൊക്കെ നമുക്ക് അവരുടെ നിന്ന് കേട്ടറിയുമ്പോഴാണ് ആ ഒരു സഹകരണം മനസ്സിലാവുന്നത്. ഇനിയിപ്പം മോൻ്റെ വീട്ടിൻ്റെ പാല് കാച്ചാണ് അടുത്ത മാസം. അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സന്തോഷം കിട്ടും നമുക്കവിടെ. എൻ്റെ കൂടെ വന്ന പെണ്ണാണ് അവിടെ കസേരയിരിക്കുന്നത്. നമ്മുടെ K4 കെയറിൽ നമ്മുടെ ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോയ എൻ്റെ ഇതിലുള്ള ഇതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ അത് ഞാൻ അവിടെ ഇരുന്ന് പിടിച്ചതാണ് വീണ്ടും അതിൽ വന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് ആ സൈഡിൽ ഒത്തിരി ചെടികൾ അല്ലാതെ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ പിടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഗേറ്റ് വഴിയാണ് ഞങ്ങളങ്ങ് വെളിയിലാണ്ടാണ് ഞാൻ അവിടെ കൊണ്ടിരുത്തിയേക്കുന്നു. നമ്മൾ പിടിച്ച് കൊണ്ടുവന്നിരുത്തണം. അണ്ണനെ ഇറക്കണ്ടെന്ന് പറഞ്ഞാലും ചേച്ചി വരുന്ന ദിവസം രാവിലെ തൊട്ടേ അണ്ണ അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. പിടിച്ചിറക്കി 3 വിരലൊക്കെ എടുത്തേക്കുന്നത് കൊണ്ട് വാക്കർ പിടിച്ച് ഇറങ്ങും. അങ്ങനെ കാപ്പി കൊടുത്ത് കാപ്പി കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. വാക്കറിഞ്ഞ് മേലിരിപ്പുണ്ട്. അങ്ങനെ കാപ്പി കുടിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. നമ്മൾ കൂടെ ഇരിക്കും. കാര്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചരിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കി ഒരു ഇതില്ലാതെ പോവില്ലേ. ആ ഒരു രംഗമാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയത്ത് ഞാൻ ചേച്ചിയും കൂടെ ഇരുന്നൊരു ഫോട്ടോ എടുത്തതാണിത്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ വരാൻ സമയത്ത് ചേച്ചിയും ഞാനും കൂടെ ആ വാതിലിൽ നിന്ന് എടുത്ത ഫോട്ടോയാണത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ.